ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി അധ്യായം 6. വിശ്വാമിത്രനോടൊപ്പം. ഇക്കാലത്ത് രാജകീയ നഗരമായ അയോധ്യയുടെ പൂർവ്വഭാഗത്ത് വിശ്വാമിത്ര മഹർഷി കഠിന തപസ് ചെയ്തിരുന്നു. അദ്ദേഹം ജ്ഞാനം എന്ന പുണ്യകർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എപ്പോഴൊക്കെ അദ്ദേഹം അത് ആരംഭിച്ചോ അപ്പോഴെല്ലാം രാക്ഷസന്മാർ ആ കർമ്മം അശുദ്ധമാക്കുകയും അതിൻ്റെ പവിത്രത നശിപ്പിക്കുകയും ചെയ്തു. അവർ പരിശുദ്ധമായ യജ്ഞപ്രദേശത്ത് പച്ച മാംസകഷ്ണങ്ങൾ വർഷിച്ച് അത് അത്തരം വൈദിക കർമ്മങ്ങൾക്ക് അയോഗ്യമാക്കി തീർത്തു. മറ്റു പല മാർഗങ്ങളിലും അവർ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി ആ പുണ്യകർമ്മം മുടക്കി. വിശ്വാമിത്രൻ ഇതി കർത്തവ്യത മൂഢനായി. അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ രാജാവിനെ സന്ദർശിക്കാനെത്തി. മഹർഷിയുടെ ആഗമനത്തെ പറ്റിയുള്ള സന്ദേശം കിട്ടിയപ്പോൾ രാജാവ് അർഹമായ ബഹുമതികളോടെ അദ്ദേഹത്തെ രാജധാനിയിലേക്ക് സ്വീകരിച്ചു കൊണ്ട് വരാനായി മന്ത്രിമാരെ അയച്ചു. അവർ നഗര കവാടത്തിൽ വച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് രാജധാനിയുടെ പ്രവേശന കവാടം വരെ അനുഗമിച്ചു. രാജധാനിയിൽ ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലി പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെയും മഹർഷിമാരെ സ്വീകരിക്കുന്ന സമ്പ്രദായമനുസരിച്ചും അദ്ദേഹത്തിൻ്റെ കാൽ കഴുകി. അങ്ങനെ പവിത്രീകൃതമായ പരിശുദ്ധമാക്കപ്പെട്ട ആ ജലം തൻ്റെ ശിരസിൽ തളിച്ചു. വിശ്വാമിത്രനെ രാജസദസ്സിലേക്ക് ആനയിച്ച് ഉത്കൃഷ്ട സ്ഥാനത്തിരുത്തി. രാജകുടുംബാംഗങ്ങൾ സബഹുമാനം ചുറ്റും നിന്നു. ഇന്ന് ഇത്രയും മഹത്തായ ഒരു ദിനം തന്നെ. ദശരഥൻ പറഞ്ഞു. ആ പുണ്യാത്മാവിൻ്റെ അപ്രതീക്ഷിതമായ ആഗമനത്തിലും അദ്ദേഹത്തിനെ സേവിക്കുന്നതിലും ആദരിക്കുന്നതിലും ഭാഗ്യമുണ്ടായതിലും തനിക്ക് ഉള്ള ആനന്ദം രാജാവ് പ്രകടിപ്പിച്ചു. വിശ്വാമിത്രൻ രാജാവിനോടും മന്ത്രിമാരോടും ഇരിക്കാൻ പറഞ്ഞു. അവർ അനുസരിച്ചു. അനന്തരം മഹർഷി രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും ആരോഗ്യത്തെയും ക്ഷേമത്തെയും രാജ്യത്തിലെ സമാധാനത്തെയും അഭിവൃദ്ധിയും സംബന്ധിച്ച് കരുണാപൂർവം അന്വേഷിച്ചു. ശക്തിക്കും സുരക്ഷിതത്വത്തിനും മുന്നിട്ട് നിൽക്കുന്നതാണോ ഭരണം എന്നും പ്രജകൾക്ക് എന്നും ക്ഷേമം വരുത്തുന്നുണ്ടോ എന്നും ചോദിച്ചു. ഈശ്വര കാരുണ്യത്താലും സന്യാസിമാരുടെയും മഹർഷിമാരുടെയും അനുഗ്രഹത്താലും പരാജയഭീതിയില്ലാതെ തൻ്റെ പ്രജകൾ ധർമ്മബോധത്തോടും സന്തോഷത്തോടും കൂടി സ്വകർമ്മങ്ങളിൽ ഏർപ്പെട്ടു വരികയാണെന്നും ഭരണത്തിൻ്റെ ലക്ഷ്യം പ്രജകളുടെ നിത്യക്ഷേമമാണെന്നും ചക്രവർത്തി മറുപടി പറഞ്ഞു. പ്രജകളുടെ സുഖവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഭരണം വഴി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. മഹർഷിയുടെ ആഗമനത്തിൻ്റെ കാരണമറിയാൻ രാജാവ് ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഏതാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുവാൻ താൻ എന്നും തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മഹർഷി എന്ത് ധർമ്മം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടാലും അത് നിസ്സംശയം നിർവഹിക്കുന്നതാണ് എന്ന് വർദ്ധിച്ച ഭക്തിയോടുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ ഋഷീശ്വരനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ താൻ കാത്തിരിക്കുകയാണ്. വിശ്വാമിത്രൻ രാജാവിൻ്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് തലകുനിച്ചു. അദ്ദേഹം ദശരഥൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. താങ്കൾ ധർമ്മനിഷ്ഠനായ ഭരണകർത്താവാണെന്നും അതിഥികളെയും അർത്ഥികളെയും ആദരിക്കുന്നുണ്ടെന്നും വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും മൂർത്തീകരണമാണെന്നും ഞാനിപ്പോൾ താങ്കളുടെ മുന്നിൽ വച്ച് പറയുന്നില്ല. താങ്കളുടെ ഭരണത്തിൽ സാമ്രാജ്യം സന്തുഷ്ടമാണെന്ന വസ്തുത തന്നെ അതിന് മതിയായ തെളിവാണ്. ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും പ്രജകളുടെ ക്ഷേമം. രാജാക്കന്മാർ ശിഷ്ടന്മാരോ ദുഷ്ടന്മാരോ ആവുമ്പോൾ പ്രജകൾക്ക് ശാന്തിയോ ദുരിതമോ അനുഭവപ്പെടും. ഞാൻ അന്വേഷിച്ചിടങ്ങളിൽ നിന്നെല്ലാം അയോധ്യയിൽ മാത്രമാണ് രാജാവിനോട് ഭക്തിയും സ്നേഹവും പൂർണ്ണമായുള്ള ജനങ്ങളും പ്രജകളോട് തികഞ്ഞ സ്നേഹവും പരിഗണനയുമുള്ള രാജാവും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. താങ്കളുടെ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിന്നും ഞാൻ ഈ സന്തോഷജനകമായ വാർത്ത കേൾക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ വാക്കുകൾ ആത്മാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ വാഗ്ദത്തത്തിൽ നിന്നും താങ്കൾ ഒരിക്കലും പിന്മാറുകയില്ല എന്നെങ്കിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ വാക്കു കൊടുത്താൽ അതനുസരിച്ച് താങ്കൾ പ്രവർത്തിക്കും. മഹർഷിയുടെ ഈ വാക്കുകൾ ദശരഥൻ്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. മഹാത്മാക്കൾ ലോകത്തിന് സഹായകമായി പ്രവർത്തനങ്ങളിലെ സ്വയം ഏർപ്പെടുകയുള്ളൂ. അവർ എന്ത് ചെയ്യുന്നതും ശാസ്ത്രങ്ങളിലെ അനുശാസനങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ടായിരിക്കുകയില്ല. അവർ ചിന്തിക്കുന്നതിനാലും മതിയായ കാരണം
ഉണ്ടാകും. അവരുടെ ഓരോ പ്രവർത്തനത്തിനും ഈശ്വരേച്ഛയാണ് പ്രേരകമായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ എല്ലാ കഴിവുകളോടും കൂടി അങ്ങയെ സേവിക്കുവാനും അങ്ങയുടെ ഏറ്റവും ലഘുവായ ആഗ്രഹം പോലും സാധിപ്പിക്കാനും ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ദശരഥൻ മറുപടി പറഞ്ഞു. മഹർഷിയുടെ ആജ്ഞയെന്തോ അത് നടപ്പിൽ വരുത്തണമെന്ന് ദശരഥൻ വീണ്ടും വീണ്ടും പ്രതിജ്ഞ ചെയ്തു. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് വലിയ സന്തോഷമായി. അതെ, താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കാരണം കൂടാതെ ഞങ്ങളുടെ ആശ്രമത്തിന് പുറത്തിറങ്ങിയില്ല. ഞാനൊരു മഹത്തായ ആവശ്യത്തിനാണ് താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളത്. താങ്കളുടെ ഉത്സാഹപൂർണമായ പ്രതികരണം മൂലം എൻ്റെ സന്തോഷം ഇരട്ടിച്ചു. എൻ്റെ സന്ദർശനോദ്ദേശം സഫലമാവുമെന്ന് കാണുന്നതിൽ ഞാൻ ആനന്ദപൂർണനാണ്. താങ്കൾ വാഗ്ദത്തം നിറവേറ്റും ഇല്ലേ? വിശ്വാമിത്രൻ ചോദിച്ചു. ദശരഥൻ താമസം വിന മറുപടി പറഞ്ഞു. ഗുരു, അങ്ങ് ഇത്തരം ചോദ്യം ചോദിക്കരുതേ. വാഗ്ദത്തം നിറവേറ്റാതെ അപമാനം വരുത്തി വയ്ക്കുന്നതിനേക്കാൾ സ്വന്തം ജീവൻ ത്യജിക്കാനാണ് എനിക്കിഷ്ടം. ധാർമ്മികത്വം, ആർജവം എന്നിവയേക്കാൾ കൂടുതൽ വലിയ എന്ത് നിക്ഷേപമാണ് ഒരു രാജാവിന് വേണ്ടത്? പലതരം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ ശക്തിയുടെ വിഭവങ്ങളായ രാജാവിനൊപ്പം നിൽക്കുന്നത് ഇവ മാത്രമാണ്. ഈ രണ്ട് ഗുണങ്ങളും നഷ്ടപ്പെട്ടാൽ വെളിച്ചമില്ലാത്ത മന്ദിരം പോലെയും ഗോഷ്ഠി കാട്ടുന്ന ചാപല്യങ്ങളാലും കലഹപ്രിയമായ മാത്സര്യത്താലും വിളയപ്പെട്ട ഒരു മണലാരണ്യം പോലെയും രാജ്യം ആയിത്തീരുന്നു. ആ രാജ്യം അരാജകത്വം കൊണ്ടും ഭീഷണി കൊണ്ടും ഛിന്ന ഭിന്നമാകും. ഒടുവിൽ രാജാവ് അനർത്ഥത്തിൽപ്പെടും. വരാനുള്ള യുഗങ്ങളിൽ പോലും അത്തരമൊരു വിപത്ത് എൻ്റെ വംശത്തെ ഗ്രസിക്കുകയില്ല എന്നെനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് സംശയത്തിൻ്റെ നിഴൽ പോലും തീണ്ടാതെ അങ്ങ് പറയുക, എന്തുദ്ദേശത്തോടു കൂടിയാണ് അങ്ങ് അയോധ്യയിൽ വന്നിട്ടുള്ളത്? എന്നിട്ട് പ്രതിജ്ഞാബദ്ധനായ ഈ സേവകൻ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള സേവനം സ്വീകരിക്കുകയും ചെയ്യുക. വിശ്വാമിത്രൻ പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് മനസ്സിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സത്യത്തെ അചഞ്ചലമായി പാലിക്കാനുള്ള താങ്കളുടെ പ്രതിജ്ഞ കേൾക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്കുകൾ പറഞ്ഞത്. വാഗ്ദത്തം നിറവേറ്റുക എന്ന ധർമ്മത്തോട് ദൃഢബദ്ധിതരാണ് ഇക്ഷ്വാകു രാജാക്കന്മാർ എന്നെനിക്കറിയാം. ശരി, ഇപ്പോൾ താങ്കളിൽ നിന്നും എനിക്ക് ഒരു കാര്യമേ സാധിക്കേണ്ടതുള്ളൂ. അത് ധനമോ വാഹനങ്ങളോ പശുക്കളോ സ്വർണമോ സൈന്യമോ ആശ്രിതന്മാരോ അല്ല. താങ്കളുടെ മക്കളിൽ 2 പേരെ, രാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ അയച്ചു തരണം. താങ്കൾ എന്തു പറയുന്നു? ഇത് കേട്ടപ്പോൾ ദശരഥൻ്റെ സമനില തെറ്റി. അദ്ദേഹം പിന്നോക്കം വീണു. പെട്ടെന്ന് ബോധക്ഷയം ബാധിച്ചു. കുറേ സമയത്തിന് ശേഷം ബോധം വന്നപ്പോൾ വാക്കുകൾ ഉച്ചരിക്കാൻ ധൈര്യം കിട്ടാനായി കിതച്ചു. അദ്ദേഹം പറഞ്ഞു. ഗുരു, ആ കുട്ടികൾ അങ്ങേക്ക് എങ്ങനെ പ്രയോജനപ്പെടാനാണ്? എന്തിനു വേണ്ടിയോ അങ്ങ് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യം കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് കഴിയും. അങ്ങ് അങ്ങനെ ചിന്തിക്കുന്നില്ലേ? എനിക്കതിന് സൗകര്യം തരൂ. ഞാൻ എൻ്റെ ജീവിതം പ്രയോജനപ്രദമാക്കട്ടെ. എന്താണ് കാര്യമെന്ന് പറയൂ. അത് നിർവഹിക്കുന്നതിൽ നിന്നുള്ള ആനന്ദം ഞാൻ അനുഭവിക്കട്ടെ. മഹർഷി മറുപടി പറഞ്ഞു. ഈ കുട്ടികൾ ചെയ്യാനിരിക്കുന്ന കാര്യം മറ്റു യാതൊരാൾക്കും ചെയ്യാനാവാത്തതാണെന്ന് എൻ്റെ ഉറച്ച വിശ്വാസം. അവർക്ക് അത് ചെയ്യാൻ കഴിയും. അവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. താങ്കളുടെ 10,000-കൾക്കോ താങ്കൾക്ക് തന്നെയോ അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഇവരെ പോലെയുള്ള കുട്ടികൾ ഇതിനു മുമ്പ് ഭൂജാതരായിട്ടില്ല. അത്തരം കുട്ടികൾ ഇനി ജനിക്കുകയും ഇല്ല. ഇത് എൻ്റെ ദൃഢവിശ്വാസമാണ്. ശ്രദ്ധിക്കൂ, ഞാനൊരു വിശ്രുതമായ യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഞാനതിൻ്റെ ആദ്യ നടപടികൾ ആരംഭിക്കുമ്പോഴേക്കും എവിടെ നിന്നോ ദുർഭൂതങ്ങളും രാക്ഷസന്മാരും ഈശ്വരനിന്ദകമായ വിധം പ്രവർത്തിച്ച് അവ തടസ്സപ്പെടുത്തുന്നു. അവർ ഇടയ്ക്ക് ചാടി വീണ് തുടർച്ചയായുള്ള കർമാനുഷ്ഠാനത്തിന് വിഘ്നമുണ്ടാക്കുന്നു. മുടക്കങ്ങൾക്ക് മേൽ മുടക്കം വരുത്തുന്നു. ആ യജ്ഞം വിജയകരമായി പര്യവസാനിപ്പിക്കാൻ എനിക്ക് കഴിയണം. അതിനായി ഈ രാക്ഷസന്മാരെ ആട്ടിപ്പായിച്ച് ജുഗുപ്സാവഹമായ ഈ പ്രതിബന്ധങ്ങളെ തകർക്കാൻ ഈ കുട്ടികളെ എനിക്ക് ആവശ്യമുണ്ട്. അവർക്കേ അത് സാധിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ ആവശ്യം, എൻ്റെ ആഗ്രഹം. താങ്കൾ എന്തു പറയുന്നു? വിശ്വാമിത്രൻ ഗൗരവപൂർവ്വമായി ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. രാജാവ് മറുപടി പറഞ്ഞു. സ്വാമി, ഇവർ ഇളം പ്രായത്തിലുള്ള കുട്ടികൾ. ഇത്രയും വലിയൊരു കൃത്യം ഇവർക്കെങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയും? ഇതാ ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടി തയ്യാറായി നിൽക്കുന്നു. ഗജ,
രഥ തുരങ്കപതാതികളായ സൈന്യ സന്നാഹങ്ങളോടുകൂടി വന്ന യജ്ഞവീതിക്കും അങ്ങയുടെ ആശ്രമത്തിനും കാവൽ നിൽക്കാം. ലേശം പോലും ആരും തടസ്സപ്പെടുത്താത്ത യജ്ഞം പൂർണ്ണമായ വിജയത്തിൽ കലാശിക്കത്തക്ക വിധം നടത്തിത്തരാം. ഈ രാക്ഷസ ശക്തിക്കെതിരെ പൊരുതുന്നതിൽ എനിക്ക് കുറേ പൂർവ്വ പരിചയമുണ്ട്. അങ്ങ് അറിയുമല്ലോ, ഇവർക്കെതിരായി ഞാൻ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിജയം നേടിക്കൊടുത്തത്. എനിക്കത് ഒരു പ്രയാസവും കൂടാതെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നെ അങ്ങയുടെ ഒപ്പം വരാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് എന്നെ അനുവദിച്ചാലും അദ്ദേഹം അപേക്ഷിച്ചു. ഈ വാക്കുകൾ കേട്ട മഹർഷി പറഞ്ഞു, രാജാവേ, നിങ്ങൾ പറയുന്നതിലൊന്നും ഞാൻ സംതൃപ്തനല്ല. ഞാനൊരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാനാവില്ല. ഏതാണ്ട് സർവജ്ഞനും സർവശക്തിമാനുമായി വിശേഷിപ്പിക്കപ്പെട്ട എനിക്ക് പോലും ചെയ്യാൻ കഴിയാത്തതാണ് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കെങ്ങനെ ഈ കാര്യം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ കഴിയും? താങ്കൾ ഈ കുട്ടികളെ സാധാരണ കുട്ടികളായി കരുതുന്നു. അച്ഛൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായി വന്ന ഒരു തെറ്റാണത്. അവർ മനുഷ്യരൂപത്തിലുള്ള ദൈവിക ശക്തിയാണെന്ന് എനിക്ക് പൂർണ്ണമായി അറിയാം. സംശയിക്കേണ്ട. നിങ്ങൾ ഗൗരവപൂർവ്വം ചെയ്ത വാഗ്ദാനം നിറവേറ്റുക. അവരെ ഈ നിമിഷം എൻ്റെ കൂടെ അയക്കുക. അല്ലെങ്കിൽ താങ്കൾ വാക്കുപാലിക്കാത്ത ആളാണെന്ന് സമ്മതിക്കൂ. ഞാൻ പോകാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യൂ. വേഗമാകട്ടെ. സംശയിച്ചു നിൽക്കാനും താമസിപ്പിക്കാനുമുള്ള സമയമല്ലിത്. മഹർഷിയുടെ വാക്കുകളുടെ നിശിതത്വം കേട്ട് രാജാവ് പരിഭ്രമിച്ചു. ഭയം ആകപ്പാടെ അദ്ദേഹത്തെ ഗ്രസിച്ചു. കുലഗുരു രാജധാനിയിൽ വരണമെന്ന് ദശരഥൻ ആവശ്യപ്പെട്ടു. വസിഷ്ഠൻ വന്നു. വിശ്വാമിത്രനെ കണ്ട് അവരിരുവരും പുഞ്ചിരി പൊഴിച്ചു. അന്യോന്യം സമാധാനവാക്യങ്ങളും കൈമാറി. നടന്ന സംഭവങ്ങളുടെ വിവരണം രാജാവിൽ നിന്നും വസിഷ്ഠൻ കേട്ടു. കുട്ടികളുടെ ദിവ്യത്വത്തെപ്പറ്റി നല്ലതുപോലെ അറിവുള്ള ആളാണല്ലോ വസിഷ്ഠൻ. ലേശം പോലും അസ്വസ്ഥത ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നും പകരം വിശ്വാമിത്ര മഹർഷിയുടെ സ്നേഹപൂർണ്ണമായ പരിധിയിൽ സന്തോഷത്തോടുകൂടി കുട്ടികളെ വിട്ടുകൊടുക്കണമെന്നും രാജാവിനെ ഉപദേശിക്കാൻ വസിഷ്ഠൻ തീർച്ചയാക്കി. കുട്ടികൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആരോഗ്യം ശരിക്കില്ലാത്തവരാണെന്നും രാക്ഷസന്മാരുമായി പൊരുന്നതിന് അവർക്ക് ശരീരത്തിന് ഓജസ് പോരെന്നും ദശരഥൻ വാദിച്ചു. അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് താങ്കൾ കുറേ മാസങ്ങളായി അസ്വസ്ഥരാണ്. ഞങ്ങൾ കുറേ മാസങ്ങളായി അസ്വസ്ഥരാണ്. ഈ ആവശ്യം വേദനിക്കുന്ന വ്രണത്തിന്മേൽ പെട്ടെന്നുള്ള കുത്തുപോലെയാണ് വന്നിരിക്കുന്നത്. രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടുവാൻ അവരെ അയക്കുന്നതിനായി എൻ്റെ മനസ്സൊട്ടും സമ്മതിക്കുന്നില്ല. എൻ്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളെ രക്ഷിക്കും. രാജാവ് വിലപിച്ചു. വിശ്വാമിത്രൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, രാജാവേ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിഡ്ഢികളെ പോലെ വിലപിക്കുന്നത്? താങ്കൾക്ക് നിറവേറ്റാൻ സാധിക്കാത്ത വാഗ്ദത്തം താങ്കൾ ചെയ്യരുതായിരുന്നു. അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ കാര്യങ്ങളെപ്പറ്റി തീരെ ചിന്തിക്കാതെ ഒരു ഭരണാധിപൻ വാഗ്ദാനം ചെയ്യുന്നതും അത് നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോൾ താമസിപ്പിക്കാനും പിൻവലിക്കാനും മാത്രമല്ല, കൊടുത്ത വാക്കിനെതിരായി പ്രവർത്തിക്കാനും ശ്രമിക്കുന്നത് കൊടും പാപമാണ്. നിങ്ങളെപ്പോലെയുള്ള രാജാക്കന്മാരെ അത് ഇടിച്ചു താഴ്ത്തും. താങ്കൾ നൽകുന്ന സഹായം എത്ര ചെറുതായാലും ഹൃദയപൂർവ്വമായ സേവനത്തിൻ്റെ അഗാധരമായ പ്രചോദനങ്ങളിൽ നിന്നാണ് ഉറവെടുക്കുന്നതെങ്കിൽ അത് പ്രാണൻ അർപ്പിക്കുന്നതിന് തുല്യമാണ്. മനസ്സോടുകൂടിയും സംശയം കൊണ്ടുമുള്ള സഹായം എത്ര വലുതായാലും ശോചനീയമത്രേ. താങ്കളെ വേദനിപ്പിച്ചുകൊണ്ട് താങ്കളിൽ നിന്ന് സഹായം പിഴിഞ്ഞെടുക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. നല്ലത്, താങ്കളും താങ്കളുടെ പാപവുമായി സുഖമായി കഴിയുക. ഞാൻ പോവുകയാണ്. വിശ്വാമിത്രൻ എഴുന്നേറ്റ് പോകാനൊരുമ്പെട്ടു. രാജാവ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ കുറേ കൂടി വെളിച്ചത്തിനും കുറേ കൂടി സമയത്തിനും അഭ്യർത്ഥിച്ചു. തൻ്റെ ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. മഹർഷിയുടെ ന്യായമായ ആവശ്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് രാജാവ് മഹർഷിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മഹർഷിയോടുള്ള ആവശ്യം നിറവേറ്റാമല്ലോ. ഇത് കേട്ടപ്പോൾ വസിഷ്ഠൻ ദശരഥനെ ഉപദേശിച്ചു, രാജാവേ, താങ്കൾ ആസന്നമായ പ്രപഞ്ച സംബന്ധമായ ഒരു കാര്യത്തിൽ അതിപ്രബലമായ ഒരു സഫലീകരണത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ്. താങ്കൾ ഹൃദയം പ്രതിസ്നേഹത്താൽ ആകുലമായിരിക്കുകയാൽ താങ്കൾക്ക് മുമ്പിൽ സത്യം മറച്ചു പിടിക്കപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ കുട്ടികൾക്ക് യാതൊരാപത്തും സംഭവിക്കുകയില്ല, ഒരിക്കലുമില്ല. അവരിൽ കവിഞ്ഞ ഒരു ഉന്നത ധീരത്വം ഇല്ല. ഏറ്റവും ഉഗ്രമായ ദിവ്യശക്തികൾ രാക്ഷസരെയും രാക്ഷസീയ ശക്തികളെയും നശിപ്പിക്കുക എന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യാകാരം കൈക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സമയം കളയാതെ കുട്ടികളെ വരുത്തൂ. അവരുടെ ശരീരശക്തിയോ ബുദ്ധിയുടെ അളവിനെയോ സംബന്ധിച്ച് താങ്കൾ കണക്ക് കൂട്ടേണ്ടതില്ല. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവരിൽ നിന്നും
ഉദിച്ചുയരുന്ന ഐശ്വര്യ ശക്തിയെ കണക്കുകൂട്ടൂ. ആ ശക്തിക്ക് എതിര് നിൽക്കാൻ മറ്റൊരു ശക്തി ഇല്ല എന്ന് ഓർമ്മിക്കൂ. ഈ രീതിയിൽ കുറേ ഉപദേശം നൽകിയ ശേഷം വസിഷ്ഠൻ രാമലക്ഷ്മണന്മാർക്ക് ആളെ അയച്ചു. വിശ്വാമിത്ര മഹർഷിക്കും വസിഷ്ഠ മഹർഷിക്കും അവരെ കാണേണ്ടതുണ്ടെന്നറിഞ്ഞ ഉടനെ ഇരുവരും തിരക്കിട്ടെത്തി. കുമാരന്മാർ ഗുരുജനങ്ങളെ ആദരപൂർവ്വം വണങ്ങി. ആദ്യം പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം കുലഗുരു വസിഷ്ഠനെയും വിശ്വാമിത്രനെയും. അവർ എഴുന്നേറ്റ് ആദരപൂർവ്വം ഒരു ഭാഗത്തേക്ക് മാറി നിന്നപ്പോൾ അതരങ്ങളിൽ തത്തിക്കളിക്കുന്ന മന്ദസ്മിതത്തോടുകൂടി വിശ്വാമിത്രൻ കുട്ടികളെ അഭിസംബോധന ചെയ്തു. കുട്ടികളെ, എൻ്റെ കൂടെ വരുന്നു. അത് കേട്ടവർ മതിമറന്ന് ആഹ്ലാദിച്ചു. ദശരഥൻ അതോടെ കൂടുതൽ അധീരനായി. അദ്ദേഹത്തിൻ്റെ മുഖശോഭ മങ്ങി. മഹർഷിയുടെ ആവശ്യത്തെ താൻ അംഗീകരിച്ചതിനെപ്പറ്റി അച്ഛൻ ദുഃഖാകുലനായത് കണ്ട് രാമൻ മന്ദം അദ്ദേഹത്തെ സമീപിച്ചു. പിതാവേ, ഞാൻ മഹാനായ മഹർഷിയോടൊപ്പം പോകുന്നതിൽ എന്താണ് അങ്ങിങ്ങനെ വ്യസനിക്കുന്നത്? സേവനത്തിനായി ഈ ശരീരം അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ മറ്റെന്താണുള്ളത്? അതിനായി മാത്രമാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. തപസ്സികളുടെ പുണ്യകർമ്മങ്ങളിൽ ഭാഗഭാക്കാക്കുകയും അവർക്ക് ദുരാത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ശല്യം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക, ഇത് മഹനീയ കാര്യമല്ലേ? നമുക്ക് അസാധ്യമായ ഒന്നുമല്ല. അവർ എത്ര ഭയങ്കരന്മാരായാലും ഞങ്ങൾ ആ രാക്ഷസന്മാരെ നശിപ്പിക്കും. അങ്ങനെ മഹർഷിക്ക് മനഃശാന്തി നൽകുകയും ചെയ്യും. അനുവദിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ പുറപ്പെടുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ധീരമായ ഈ വാക്കുകൾ ഒരളവോളം ദശരഥൻ്റെ ഉത്കണ്ഠയെ ശമിപ്പിച്ചു. എങ്കിലും രാജാവ് വീണ്ടും അസ്വസ്ഥനായി. എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രാമനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, രാമ, രാക്ഷസന്മാർ സാധാരണ ശത്രുക്കളല്ല. അവരുടെ ഇടയിൽ സുജൻ, ഉപസുജൻ, മാരീചൻ, സുബാഹു മുതലായവരുണ്ടെന്നാണ് കേട്ടത്. അവർ ക്രൂരതയുള്ളവരാണ്. അവരുടെ ശരീരം അവർണ്ണനീയമാവിധം ഭീകരമാണ്. അത്തരം ഭീഷണ രൂപികളെ കാണാൻ നിങ്ങൾക്ക് ഇതുവരെ സന്ദർഭം ലഭിച്ചിട്ടില്ല. അവരുമായി നീ മുഖത്തോട് മുഖം കാണുന്ന സമയം എനിക്ക് ആലോചിക്കാൻ കൂടി സാധ്യമല്ല. ശത്രുക്കളെ വഞ്ചിക്കുന്നതിന് കപട തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും ആൾമാറാട്ടം നടത്തുന്നതിലും അതിസമർത്ഥന്മാരായ ആ ചതിയന്മാരുമായി നീ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം എന്ന വാക്ക് തന്നെ നീ ഇതുവരെ കേട്ടിട്ടില്ല. മാത്രമല്ല, പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നീ പെട്ടെന്ന് ഇത്രയും ഭീകരന്മാരായ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനായി പോകുന്നു. ഇത് തീർച്ചയായും വളരെ ക്രൂരൻ തന്നെ. എൻ്റെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ ഈ രാക്ഷസീയമായ അഗ്നി പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വന്നല്ലോ. ഹൃദയ നൊമ്പരത്തിനാൽ ദശരഥൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ലക്ഷ്മണൻ പിതാവിൻ്റെ മനോദൗർബല്യം കണ്ടു പറഞ്ഞു, അച്ഛാ, എന്തിനീ കണ്ണുനീർ? ഞങ്ങൾ ഭീരുക്കളായ പെൺകുട്ടികളല്ല. യുദ്ധഭൂമിയും ക്ഷത്രിയരായ ഞങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ട രംഗമാണ്. യുദ്ധം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ധർമ്മവുമാണ്. ധർമ്മത്തെ കാത്തുരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ. ഞങ്ങളുടെ ശ്വാസം പോലും മഹർഷിമാരെ സേവിക്കലും ധർമ്മം നിലനിർത്തലുമാണ്. ഇത്രയും പ്രഭാപൂർണമായ ചുമതലയേറ്റുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ ദൗർബല്യ പ്രകടനത്തിൻ്റെ പേരിൽ ലോകം അങ്ങേ പരിഹസിക്കും. അങ്ങ് സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങളെ പറഞ്ഞയക്കൂ. ഞാനും എൻ്റെ ജ്യേഷ്ഠനെ അനുഗമിച്ച് പ്രഭാവത്തോടുകൂടി മടങ്ങും. പിതാവ് തന്നോടുള്ള സ്നേഹത്തിന് അടിമപ്പെട്ടതായി കണ്ട് രാമൻ സിംഹാസനത്തിൻ്റെ സമീപം ചെന്ന് പ്രേമപൂർവ്വം പിതാവിൻ്റെ കൈ പിടിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, അച്ഛാ, അങ്ങ് ആരാണെന്ന് സ്വയം മറന്നതായി തോന്നുന്നു. ആരാണ് അങ്ങ് എന്ന് ഓർമ്മിച്ചു നോക്കൂ. തൻ്റെ പൂർവ്വപിതാക്കന്മാരിൽ അനശ്വരമാക്കപ്പെട്ട ഒരു രാജവംശത്തിലാണ് അങ്ങ് ജനിച്ചത്. അവർ എത്രയധികം യശസ് നേടിയിരുന്നുവെന്ന് ഓർക്കൂ. ഇതെല്ലാം ഓർമ്മിക്കുകയാണെങ്കിൽ അങ്ങ് ഈ മാതിരി കരയുകയില്ല. ഇഷാഗു വംശത്തിലാണ് അങ്ങ് ജനിച്ചത്. ഈ ദിവസം വരെ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന നിലയിലാണ് ജീവിച്ചത്. 3 ലോകങ്ങളും അങ്ങേ ധർമ്മബോധമുള്ള വ്രതാനുഷ്ഠാനകൻ എന്നും ധർമ്മരക്ഷിതാവ് എന്നും പടക്കളത്തിലും മറ്റിടങ്ങളിലും ഏറ്റവും പരാക്രമശാലിയ വീരനെന്നും ഘോഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൊടുത്ത വാക്ക് നിരോധിക്കുന്നതിലപ്പുറം ഗുരുതരമായ പാപം വേറെയില്ല എന്നങ്ങേക്കറിയാം. മഹർഷിക്ക് നൽകിയ വാക്കിനെതിരായി പ്രവർത്തിച്ചാൽ അങ്ങയുടെ സൽപ്പേര് കളങ്കപ്പെടും. അങ്ങയുടെ പുത്രന്മാർക്ക് ഈ ദുഷ്കീർത്തി സഹിക്കാൻ കഴിയുമോ? വാക്കിനനുസരിച്ച് പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങയാൽ അനുഷ്ഠിക്കപ്പെട്ട ത്യാഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗുണം അവകാശപ്പെടാൻ അങ്ങയ്ക്കാവുകയില്ല. എന്തിന് വിസ്തരിക്കുന്നു? അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അതൊരപമാനത്തിൻ്റെ വഴിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ തലകുനിക്കേണ്ടി വരും. ദശരഥൻ വാഗ്ദത്ത ലംഘനം ചെയ്തു എന്ന സംസാരം ശ്രവിക്കേണ്ടി വരും. ഇത് രാജവംശത്തിൻ്റെ
കീർത്തിയുടെ മേൽ മായ്ക്കാനാവാത്ത കറുത്ത പുള്ളിക്കുത്താണ്. സ്വപുത്രന്മാരോട് അങ്ങേക്കുള്ള സ്നേഹം അന്ധമാണ്. അത് വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഈ സ്നേഹം ഞങ്ങളുടെ രക്ഷയല്ല, ശിക്ഷയാണ്. സത്യത്തിൽ അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ നേരെയുള്ള സ്നേഹം കൊണ്ട് ഇളകപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഒരു തരത്തിലും അങ്ങയെ ഉപദേശിക്കുവാൻ ഞങ്ങൾക്ക് അർഹതയില്ല. ഇതെല്ലാം അങ്ങേക്കറിയാം. പുത്രസ്നേഹം അങ്ങയെ ആജ്ഞയുടെ വിഷവാതകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അതിനാൽ ധർമ്മം എന്താണെന്നറിയാൻ വിഷമമായിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഭയത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക പോലുമില്ല. വിജയവധു ഞങ്ങളെ തന്നെ വിവാഹം ചെയ്യും, ഇതിൽ സംശയിക്കേണ്ടതില്ല. ഞങ്ങളെ അനുഗ്രഹിച്ച് മഹർഷിയെ ഏൽപ്പിക്കൂ. രാമൻ ഇങ്ങനെ സംസാരിച്ചു. ശിരസ്സു കുനിച്ചുകൊണ്ട് രാമൻ പിതൃപാദങ്ങൾ സ്പർശിക്കുകയും ചെയ്തു. ദശരഥൻ രാമനെ തന്നോട് അടുപ്പിച്ചു നിർത്തി ശിരസിൽ തലോടി. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അവ അമൂല്യരത്നങ്ങളാണ്. അത് നിഷേധിക്കത്തക്ക വിഡ്ഢിത്തം എനിക്കില്ല. ഈ നിമിഷം തന്നെ ഞാൻ ചതുരംഗ സേനയോടൊപ്പം പോയി എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മഹർഷിയുടെ യജ്ഞം രക്ഷിക്കും. പക്ഷേ അതിന് നിന്നെ അയക്കുക എന്ന കാര്യം എൻ്റെ മനസ്സ് സ്വീകരിക്കുന്നേയില്ല. ഇപ്പോൾ മാത്രം യുദ്ധകലയിലും ആയുധപ്രയോഗത്തിലും പരിശീലനം പൂർത്തിയാക്കിയ നിന്നെ ആ രാക്ഷസന്മാരുടെ കൈകളിലേക്ക് അയക്കുക എന്ന ആലോചന എനിക്ക് ചിന്തിക്കാനാവുന്നില്ല. ഒരച്ഛനും സ്വന്തം കുട്ടികളെ ബോധപൂർവം നരിയുടെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുകയില്ല. മാത്രമല്ല, ദുഃഖത്തിൻ്റെ അഗ്നിജ്വാലകളിലേക്ക് ഞങ്ങളെ തള്ളിവിടുന്നത് നിന്നെ സംബന്ധിച്ചും ശരിയാണോ? തപസ് ചെയ്തിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ ജീവശ്വാസം പോലെ നിന്നെ പോറ്റി വളർത്തുകയും ചെയ്തു. കഷ്ടം, വിധി തന്നെ ഞങ്ങൾക്ക് വിപരീതമായി വരുമ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ നിന്നെയോ മറ്റാരെയുമോ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ്. തലയിൽ കൈവച്ചുകൊണ്ട് ദശരഥൻ വിലപിച്ചു. ഇത് കണ്ടപ്പോൾ രാമൻ പുഞ്ചിരിച്ചു. അച്ഛ, എന്താണ് ഈ ദൗർബല്യം? അങ്ങ് ഞങ്ങളെ നരിയുടെ വായിൽ തള്ളുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അർപ്പിക്കപ്പെടുവാൻ ഞങ്ങൾ ആടുകളല്ല എന്ന് അങ്ങ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഞങ്ങൾ സിംഹക്കുട്ടികളാണെന്ന് വിശ്വസിക്കൂ. അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ പുണ്യകർമ്മത്തിനായി ഞങ്ങളെ അയക്കൂ. രാജാക്കന്മാർ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. രാമൻ്റെ ഈ നിശിതമായ വാക്കുകൾ കേട്ട് വസിഷ്ഠൻ എഴുന്നേറ്റു. ഭേഷ് ദശരഥ, താങ്കൾ സിംഹത്തിൻ്റെ ഗർജനം കേട്ടോ? ഇനി എന്തിന് കുറുക്കൻ്റെ ഒരി? എഴുന്നേൽക്കൂ, വിവരമറിയിച്ച് അമ്മമാരെ വരുത്തൂ. പുത്രന്മാരെ വിശ്വാമിത്രൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യൂ. ഇത് കേട്ടപ്പോൾ ദശരഥന് അനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ തനിക്ക് കഴിയുകയില്ല എന്ന് തോന്നി. രാജ്ഞിമാരെ വരുത്തുവാൻ ആളെ വിടുകയും ചെയ്തു. സായിറാം.